സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകാർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഒരഭിപ്രായം രൂപീകരിക്കുന്നതിനും ഈ കമ്മിറ്റി ഉപകരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 10-ാം തീയതി ഇൻഡസ്ട്രിയൽ റിലേഷൻ കമ്മിറ്റിയിൽ ഒരു അമിക്കബിൾ സൊല്യൂഷനിലെത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ സർക്കാർ പ്രഖ്യാപിച്ച വേജ് റിവിഷൻ ഇന്നത്തെ യോഗം ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി അന്ന് വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അന്ന് തീരുമാനിച്ചുള്ളൂ. പ്രത്യേകിച്ചും GNM നേഴ്സസിൻ്റെ വേതന വർധനവും അതേപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തസ്തികയിലെ വേതന വർധനവും മാത്രമേ അന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള തസ്തികകളിലെ BSc നേഴ്സസും ANM നേഴ്സസ് അതേപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിലെ സ്റ്റാഫ്, പൊതുഭരണത്തിലുള്ള സ്റ്റാഫ് എല്ലാവരുടെയും വേജ് റിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ ഇൻക്രിമെൻറ്റ്, വെയിറ്റേജ് പോലുള്ള കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കാൻ 20-ാം തീയതി IRC വിളിച്ചിട്ടുണ്ട്. അന്ന് മാറ്റിവെച്ചിരിക്കുകയാണ്. ആ 20-ാം തീയതി IRCയിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ധാരണക്കനുസരിച്ച് IRC മെമ്പേഴ്സ് 20-ാം തീയതിയിലെ IRC യോഗത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് അതിലൊരു അമിക്കബിൾ സൊല്യൂഷനായിട്ട് ഒരു അൺട്രസ്റ്റിലേക്ക് പോവാതെ ഒരു നല്ല രീതിയിൽ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക്, എന്നാൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ നിലനിൽക്കാൻ കഴിയുന്ന തരത്തിൽ സ്വകാര്യ ആശുപത്രികൾ പ്രയാസപ്പെടാതെ, ജനങ്ങൾ ബുദ്ധിമുട്ടാതെ ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെയും അതാത് സംഘടനകൾ ആ സമരം നിർത്തി. അവിടെയൊക്കെ വളരെയധികം പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ആ സമരം അവസാനിപ്പിച്ച് 20-ാം തീയതി നടക്കുന്ന IRC യോഗത്തിൽ വന്ന് എല്ലാവരും യോജിക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി ഈ ആരോഗ്യരംഗം, പ്രത്യേകിച്ചും പനിയും പിന്നെ മഴക്കാല രോഗങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രയാസപ്പെട്ട ഈ സമയത്ത് കേരളത്തിലെ ഹെൽത്ത് കെയർ നിലനിർത്തുന്നതിന് വേണ്ടി, ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ആ സംഘടനകളെ സമരത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അവരോട് പിന്നെ അഭ്യർത്ഥിക്കാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളുടെ സംഘടനാപരമായി എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മിറ്റി, ഒരു കോർഡിനേഷൻ കമ്മിറ്റിയും ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ പിന്നെ സംഘടനാ പ്രതിനിധികളുടെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചർച്ച ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നില്ല. ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ടാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് ശരിക്കും ഞങ്ങൾ ഇങ്ങനൊരു മീറ്റിംഗ് വിളിച്ചപ്പോൾ എല്ലാവർക്കും ആശങ്കയുണ്ടായിരുന്നു, എന്തിനാണ് ഇങ്ങനൊരു മീറ്റിംഗ്, എന്ത് തീരുമാനങ്ങളാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, അംഗങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ചെയ്തിടത്തോളം നടപടികൾ എങ്ങനെ എന്ന് വിലയിരുത്തുക, ഇതൊക്കെയാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പോൾ ആ കൂട്ടത്തിലാണ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച ആ നിരക്ക് വളരെ കൂടുതലാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും. അതുപോലെ തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള മിനിമം വേജസിൻ്റെ കമ്മിറ്റികളുടെയൊക്കെ ആ വർധനവ് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വളരെ കൂടുതലാണെങ്കിൽ പോലും ഞങ്ങളത് അംഗീകരിക്കുകയാണ്. കാരണം ഈ രംഗത്ത് സമാധാനം നിലനിർത്തുക എന്നുള്ള ഇതോടെയാണ്. പക്ഷേ ഇനിയും അതിൻ്റെ പേരിൽ സമരം ചെയ്യുന്നത് ബാലിശമാണ്. ഇനി അത് പോരാന്ന് പറഞ്ഞ് സമരം ചെയ്താൽ എന്ത് എന്നുള്ളത് തീരുമാനിക്കേണ്ടതും സമാധാനം നിലനിർത്താൻ വേണ്ടത് നടപടികൾ എടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. കോടതികൾ അതിൽ ഇടപെടാം, കോടതി ഉത്തരവുണ്ടായിട്ടുണ്ട്. അതിൽ എങ്ങനെ ഗവൺമെൻറ് കൈകാര്യം ചെയ്യും എന്നുള്ളതൊക്കെ തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കുന്നു. ജനങ്ങളെ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ അത് ഞങ്ങൾ ചെയ്യും. ഇപ്പോൾ സമരം വരികയാണെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഞങ്ങൾ ജനപക്ഷത്ത് നിന്നിട്ട് അവർക്ക് വേണ്ട ചികിത്സാ മുറകൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ആരോഗ്യ പരിപാലനം ഞങ്ങൾ നടത്തും എന്നതാണ് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നതും തീരുമാനിച്ചിട്ടുള്ളത്.
ഈ ഇന്ന് ചേർന്ന ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഒരു ഹിസ്റ്റോറിക് കാര്യം, ഇപ്പം നമ്മൾ ഈ പ്രശ്നം കാരണമാണ് എല്ലാവരും വന്ന് മീറ്റ് ചെയ്തത്, എല്ലാ അസോസിയേഷൻസ്. നമ്മുടെ ഒരു ഐഡിയ ഇനി നമ്മൾ ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ സമരം ഓൾമോസ്റ്റ് ഒരു 5-6 വർഷം മുമ്പായിരുന്നു സമരം നടന്നത്. ഇപ്പോഴും 5 വർഷം കഴിഞ്ഞിട്ട് സമരം ഉണ്ടായി. നമുക്കിനി അടുത്തൊരു സമരം ഒരിക്കലും വരില്ല കേരളത്തിൽ. അപ്പം നഴ്സുമാരില്ലാത്ത ഒരു ആശുപത്രിയും ഒരിക്കലും നടക്കാൻ പറ്റില്ല. അപ്പം നഴ്സുമാർ മാത്രമല്ല, ഒരു ആശുപത്രിയിലുള്ള ബാക്കി എല്ലാ ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഒത്തുചേർത്ത്, കാരണം ഈ ഡിസ്കഷനും ഡിബേറ്റിലും ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് ഫോറത്തിൽ വന്നിട്ടുണ്ട്. ഒരുപാട് നഴ്സുമാർ പറയുന്ന, അവരുടെ യൂണിയൻസ് പറയുന്ന ഒരുപാട് കാര്യത്തിൽ വളരെ സത്യമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അസോസിയേഷൻസ് ആയിട്ട്, നമ്മുടെ മെമ്പേഴ്സായിട്ട് വി ഷുഡ് ഹാവ് എ മിനിമം കോഡ് ഓഫ് കോണ്ടക്ട്. എല്ലാ ആശുപത്രിയിലും കേരളത്തിൽ നമുക്കൊരു മോഡൽ സംസ്ഥാനമായി മാറാനുള്ളൊരു ഹിസ്റ്റോറിക് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. അപ്പം കേരളം ഇന്ന് ചെയ്യുന്ന കാര്യം നാളെ ഇന്ത്യ ചെയ്യും. അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചാണ് നമുക്ക് ഫ്യൂച്ചറിലോട്ട് നടക്കുന്നത്. എല്ലാവരും പറഞ്ഞ പോലെ ഈ മീറ്റിംഗ് വളരെ പോസിറ്റീവാണ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻസ് മൊത്തം സപ്പോർട്ട് ചെയ്യും. ആൻഡ് നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഈ എല്ലാ പ്രോബ്ലംസ് ഒരു അമിക്കബിൾ സൊല്യൂഷനായിട്ട് മാറി നിൽക്കും. നമ്മൾക്കിപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് കേട്ട കാര്യങ്ങളോട് ആഡ് ഓൺ ചെയ്യാനായിട്ടുള്ളത്, നമ്മൾക്കിപ്പോൾ സമരം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും നമ്മൾക്കിപ്പോൾ സമരം ചെയ്യുന്ന അസോസിയേഷൻ പിന്മാറി 20-ാം തീയതിയിലത്തെ മീറ്റിങ്ങിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ടാണ് IRC മെമ്പേഴ്സിനെ ഇന്നത്തെ ഈ യോഗം പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുക, ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാവുന്ന രീതിയിലുള്ള സമരപരിപാടികൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അടുത്തു വരുന്ന ചർച്ചയിൽ കാര്യങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുമെങ്കിൽ അതായിരിക്കും കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് സമരം തുടരുക എന്നതിൽ നിന്നും സമരം പിൻവലിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നമ്മൾക്ക് രോഗികളായിട്ടുള്ള സഹോദരങ്ങളെ സഹായിക്കാനായിട്ട് പറ്റുന്ന രീതിയിലും എല്ലാവരും വ്യത്യസ്തരാവണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഒരു ആഹ്വാനം. അത് വളരെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് നഴ്സിംഗ് സഹോദരങ്ങളോട് പ്രത്യേകമായിട്ട് പറയുവാനായിട്ടുള്ളത്. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഈ വേജ് റിവിഷൻ സിസ്റ്റത്തിലൊക്കെ വരുത്തണമെങ്കിൽ അതുപോലും ചർച്ച ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റ് തയ്യാറാണ്. ഗവൺമെൻറ് പറയുന്ന രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട്, അതിനോട് സഹകരിക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പും അതിനെ പറ്റിയിട്ടുള്ള കരുതലും ഒക്കെ ഇന്ന് നമ്മളുടെ അസോസിയേഷൻ്റെ ഉള്ളിലുണ്ട്. അത് വ്യക്തമായിട്ടും ഗവൺമെൻറ്റിനോടും പറഞ്ഞ് ഭാവിയിലേക്ക് പോലും ഒരു സമരം കൂടാതെ സാലറി റിവിഷൻ്റെ കാലാവധിയുടെ സമയത്ത് തന്നെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കൊണ്ടുപോകുവാനായിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യവും അടുത്ത IRC മീറ്റിങ്ങിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. അതേ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് അനാവശ്യ സമരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കാലാസമയങ്ങളിൽ വേണ്ടതായിട്ടുള്ള വേജ് റിവിഷൻ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന് പറയുന്നതും നമ്മൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഇത്രയും സാംസ്കാരികമായിട്ട് ഉയർന്ന ജനങ്ങൾ വസിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് സാധിക്കണം എന്നുള്ളൊരു ചിന്തയും നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. നഴ്സസിന് കൂടാതെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും സാമ്പത്തിക കാര്യങ്ങളും അവരുടെ ജീവിത ചെലവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 10-ാം തീയതിയിലത്തെ മിനിമം വേജസ് റിവിഷൻ കമ്മിറ്റിയിൽ നല്ല തീരുമാനം എടുത്തിട്ടുള്ളത്. അത് ഏറ്റവും നന്നായിട്ട് എൻ്റയർ ഹോസ്പിറ്റൽസ്, കേരളത്തിലുള്ള എല്ലാ ആശുപത്രികളിലും ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയായിരുന്നു ഇന്ന് നമ്മളുടെ കമ്മിറ്റിയിൽ ഉരുത്തിരിഞ്ഞ വലിയൊരാശയം. ഒരു ആശുപത്രി നമ്മൾക്കിപ്പോൾ സർക്കാർ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കാൻ പാടില്ല എന്നുള്ള നല്ലൊരു തീരുമാനം ഇന്ന് നമ്മുടെ കമ്മിറ്റിയിൽ പറഞ്ഞു. അത് നമ്മൾക്ക് ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും സർക്കാർ പറയുന്ന IRCയുടെ അടുത്തുള്ള തീരുമാനം അനുസരിച്ചിട്ട് ഇന്നത്തെ കമ്മിറ്റികളെല്ലാം അംഗീകരിച്ചു പോയിട്ടുള്ള ആ വേജ് സിസ്റ്റം തന്നെ എല്ലായിടത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പ്രതിബദ്ധതയും കൂടി ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞാൻ കണ്ണൂരിൽ നിന്നാണ്. ഇപ്പം ഒരു സംഘടന സമരത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ പോലും കണ്ണൂർ കഴിഞ്ഞ 29-ാം തീയതി മുതൽ 5 ഹോസ്പിറ്റൽസിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 17-ാമത്തെ ദിവസമാണ്. അതിന് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം വെച്ച് നോക്കുമ്പോൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള 9 ഹോസ്പിറ്റൽസിലും കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള
11 ഹോസ്പിറ്റൽസിലും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർത്തും അന്യായമാണ്. കാരണം ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ വെച്ചു, അത് കൊടുക്കാൻ മാനേജ്മെൻറ്റ്സ് എല്ലാവരും തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇല്ലെന്ന് ആശുപത്രി മാനേജ്മെന്റുകൾ തീരുമാനം കൊച്ചിയിൽ ചേർന്ന ആശുപത്രി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കുൽഭൂഷൺ ജാദവിന്റെ ദയാഹർജി തള്ളി. പാക് പട്ടാള കോടതിയാണ് ദയാഹർജി തള്ളിയത്. മനു ശങ്കർ ചേരുന്നു. മനു, വിവരങ്ങൾ. ധന്യ, കുൽഭൂഷൺ യാദവിന്റെ പാക് സൈനിക കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ കുൽഭൂഷൺ യാദവിന്റെ മാതാവ് അവന്തിക ജാദവ് നൽകിയ ദയാഹർജി സൈനിക അപ്പീൽ കോടതി തള്ളിയെന്നാണ് പാക് സൈന്യം ഔദ്യോഗികമായി അറിയിച്ചത്. ആദ്യ ദയാഹർജിയാണ് തള്ളിയത്. പാക് സൈനിക മേധാവിയുടെ പരിഗണനയിലുള്ള ഹർജിയിൽ ഇനി സൈനിക മേധാവി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നുമാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. വധശിക്ഷയ്ക്കെതിരെ കുൽഭൂഷൺ യാദവിന് ഒരു തവണ കൂടി ദയാഹർജി നൽകാൻ അവസരമുണ്ട്. ഇന്ത്യൻ ചാരനെന്ന് ആരോപിച്ച് ജാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച പാക് സൈനിക കോടതി വിധി നേരത്തെ അന്താരാഷ്ട്ര കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ജാദവിന്റെ മാതാവ് ദയാഹർജിയുമായി പാക് സൈനിക കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇത് തള്ളിയിരിക്കുന്നു എന്നാണ് പാക് സൈനിക വക്താവ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ച് 3 ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് ജാദവിനെ പിടികൂടിയെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. എന്നാൽ ഇതെല്ലാം അന്താരാഷ്ട്ര കോടതിയിൽ ഇന്ത്യ ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കുൽഭൂഷൺ യാദവിനെ സന്ദർശിക്കാനും അവസരം നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പാക് സൈനിക വക്താവ് കുൽഭൂഷന്റെ ദയാ ഹർജി തള്ളിയതായി അറിയിച്ചിരിക്കുന്നത്. ധന്യ. മനു ശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും. കാവ്യ ആവശ്യപ്പെടുന്നിടത്ത് ചോദ്യം ചെയ്യാമെന്ന് പോലീസ്. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ച് കണ്ട തൃശൂർ സ്വദേശികളായ 2 പേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CRPC 160 പ്രകാരമാണ് അന്വേഷണ സംഘം കാവ്യമാധവന് നോട്ടീസ് നൽകുക. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാവ്യയോട് അന്വേഷണ സംഘം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. രഹസ്യകേന്ദ്രത്തിൽ വെച്ച് കാവ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യലിന് സമ്മതമാണെന്ന് കാവ്യ അറിയിച്ചതായാണ് സൂചന. ആലുവ പോലീസ് ക്ലബിന് പകരം മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചായിരിക്കും മൊഴിയെടുക്കൽ. പോലീസ് ക്ലബിലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം പരിഗണിച്ചാണ് ഇത്. ആലുവ പറവൂർക്കവലയിലെ വീട്ടിലാണ് കാവ്യ ഇപ്പോഴുള്ളത്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കാവ്യയുടെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചതായി പൾസർ സുനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ കാവ്യയുടെ മൊഴി കേസിൽ നിർണായകമാകും. ദിലീപും പൾസർ സുനിയും തമ്മിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി 2 സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തി. CRPC 164 പ്രകാരം കാലടി മജിസ്ട്രേറ്റിന് മുമ്പിലാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ തൃശൂർ ടെന്നീസ് ക്ലബ്ബ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന 2 പേരിൽ നിന്നാണ് മൊഴിയെടുത്തത്. ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കുമ്പോൾ ഗൂഢാലോചനയ്ക്കുള്ള ശക്തമായ തെളിവാകും ഇവരുടെ മൊഴികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനി 2 വർഷം മുൻപ് മറ്റൊരു കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ യുവനടിയായിരുന്നു അന്നത്തെ ഇര. ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് കൊട്ടേഷൻ നൽകിയതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിർമ്മാതാവിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഈ നിർമ്മാതാവാണ് പൾസറിനെ ദിലീപിന് പരിചയപ്പെടുത്തിയത്. നടൻ ദിലീപിന് പരോക്ഷ പിന്തുണയുമായി നീറ്റ ജലാറ്റിൻ കേസ് പ്രതി തുഷാർ രംഗത്ത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നടന്ന കേരള മനുഷ്യാവകാശ സമിതി യോഗത്തിലാണ് പോലീസിനെയും മാധ്യമങ്ങളെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞ് ദിലീപിനെ പരോക്ഷമായി തുഷാർ ന്യായീകരിച്ചത്. അതേസമയം നഴ്സുമാരുടെ സമരത്തിന് പിന്തുണ നൽകാനാണ് CPI മാവോയിസ്റ്റിന്റെ രഹസ്യ നീക്കമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനൊരുങ്ങി ദില്ലി. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നാളെ രാജ്യമെങ്ങും നടക്കും. NDA സ്ഥാനാർത്ഥിയായ ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായ മുൻ ലോക്സഭാ സ്പീക്കർ മീര കുമാറുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുവരുടെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി കാലാവധി പൂർത്തിയാക്കി 25-ന് രാഷ്ട്രപതി ഭവന്റെ പടിയിറങ്ങും. റെയ്സിന കുന്നിലെ പുതിയ അതിഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ അന്തിമഘട്ടത്തിലേക്ക് നാളെ മുതൽ രാജ്യം കടക്കുകയാണ്. ഇലക്ടർ വോട്ടുകൾ നിർണായകമാകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരുമായി 4896 പേർ വോട്ട് ചെയ്യും. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 784 MP-മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 4114 MLA-മാരും ഉൾപ്പെടുന്ന വോട്ടർമാരുടെ ആകെ വോട്ട് മൂല്യം 11 ലക്ഷത്തിനടുത്താണ്. ജനപ്രതിനിധി സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് വോട്ടില്ല.
MP-യുടെ വോട്ട് മൂല്യം 708 കണക്കാക്കിയിട്ടുണ്ട്. MLA-മാരുടെ വോട്ടിന്റെ മൂല്യം അതാത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം UP-യിലെ MLA-മാരുടെ വോട്ട് മൂല്യമാണ് ഏറ്റവും ഉയർന്നത്, 208. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യമാകട്ടെ 152 കണക്കാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദാണ് NDA സ്ഥാനാർത്ഥി. വിജയിക്കാനുള്ള വോട്ടിന് 17,000-ഓളം വോട്ട് കുറവുള്ള NDA തമിഴ്നാട്ടിൽ നിന്നും AIADMK-യുടെയും ബീഹാറിൽ നിന്ന് JDU-ന്റെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാകുമാർ ആം ആദ്മി, BJDS തുടങ്ങി ഇരുപക്ഷത്തുമില്ലാത്ത പാർട്ടികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നു. രാംനാഥ് കോവിന്ദും മീരാകുമാറും മുഖാമുഖം വരുന്നു എന്നതിനപ്പുറം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ബലാബലമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഇരുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം സന്തോഷ് സർലിംഗ്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള MLA-മാർ നാളെ വോട്ട് രേഖപ്പെടുത്തും. നിയമസഭാ സമുച്ചയത്തിൽ രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. NDA-യുടെ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷത്തു നിന്ന് മുൻ ലോക്സഭാ സ്പീക്കർ മീരാകുമാറും തമ്മിലാണ് മത്സരം. ആഘോഷങ്ങളില്ലാതെ സമരനായകൻ VS-ന് 50-ാം വിവാഹ വാർഷികം. മക്കളും കൊച്ചുമക്കളും മാത്രമാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഒപ്പമുണ്ടായിരുന്നത്. നിരവധി പേർ ഫോണിൽ വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ VS-ന് 50-ാം വാർഷിക ദിനത്തിലും ആഘോഷങ്ങളൊന്നുമില്ല. മക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം അല്പം മധുരം മാത്രം. പുറമേ നിന്ന് ആകെ എത്തിയത് മാധ്യമപ്രവർത്തകർ മാത്രം. അവർക്കും കിട്ടി ലഡുവും പായസവും. 50 വർഷങ്ങൾക്ക് മുൻപുള്ള വിവാഹദിനം VS-ന്റെ ഭാര്യ വസുമതി ഓർമ്മിച്ചെടുത്തത് ഇങ്ങനെ. കർക്കിടക മാസത്തിന് മുമ്പ് വീട് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാടക വീട്ടിൽ ഞങ്ങൾ ആദ്യം പോയത്. ഉടനെയൊന്നുമില്ല, പാർട്ടി പരിപാടിക്ക് പോയി VS പോയി. VS വന്നപ്പോൾ 9 മണിയായി രാത്രി. ഞാനപ്പോൾ അതുവരെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു, VS-ൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് പിന്നെ മറ്റേ വാടക വീട്ടിൽ പോയി. വാടക വീട്ടിൽ പോയപ്പോൾ അവിടെ ഒന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രായമായ ഒരു സ്ത്രീ കൂട്ടിനും ഉണ്ടായിരുന്നു. രാത്രിയൊന്നും കഴിച്ചില്ല, ഒന്നുമില്ലായിരുന്നു. രാവിലെയാണ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയത്. 1967 ജൂലൈ 16 പകൽ 3 മണിക്കായിരുന്നു വിവാഹം. ആലപ്പുഴ മുല്ലക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിലായിരുന്നു ചെറിയ ചടങ്ങ്. വിവാഹത്തിന് കതിർ മണ്ഡപമോ പുടവ് നൽകലോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാലയിടൽ മാത്രമായിരുന്നു ചടങ്ങ്. VS-ന്റെ 43-ാം വയസ്സിലായിരുന്നു വിവാഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നവമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ മുന്നണി പോരാളിയായിരുന്ന ഡേവിസ് തെക്കേക്കര നിര്യാതനായി. അബുദാബിയിൽ ജോലിസ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം മൂലമായിരുന്നു മരണം. ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡേവിസ് പഞ്ചായത്ത് മെമ്പറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡേവിസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പൊളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി, മന്ത്രിമാരായ തോമസ് ഐസക്, AC മൊയ്തീൻ, സംവിധായകൻ ആഷിഖ് അബു തുടങ്ങിയവർ അനുശോചിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനു വേണ്ടി ശക്തമായ ഇടപെടലിലൂടെ ശ്രദ്ധേയനായ സഖാവ് ഡേവിസ് തെക്കേക്കരയുടെ അകാല വിയോഗം അത്യധികം വ്യസനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അബുദാബി സെൻട്രൽ ഹോസ്പിറ്റലിലെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും.